പീപ്പിൾ എക്സ്ക്ലൂസീവ് സർക്കാർ ആശുപത്രികളിലെ ശുചീകരണ ജോലിക്ക് പുറംകരാർ നൽകാൻ ആരോഗ്യ വകുപ്പിൽ ഗൂഢനീക്കം 4 തസ്തികകളെയാണ് ഇത് ബാധിക്കുക. ഈ തസ്തികകളിലേക്ക് നിയമനം കാത്തിരിക്കുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളും വഴിയാധാരമാകും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ തസ്തികകളിലേക്ക് ഇതുവരെ നിയമനം നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ശുചീകരണ ജോലി സ്വകാര്യ ഏജൻസികൾക്ക് പുറംകരാർ നൽകാനാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ് നീക്കം നടത്തുന്നത്. ഈ മാസം 15-ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇത് സംബന്ധിച്ച അടിയന്തര സർക്കുലർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് അയച്ചു. സർക്കുലറിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ വരെ ശുചീകരണ ജോലിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജീവനക്കാരെ നിയമിക്കുകയായിരുന്നു പതിവ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ പോലും മറികടന്നാണ് പുതിയ നീക്കം. ഇത് പ്രത്യക്ഷത്തിൽ 4 തസ്തികകളെയാണ് ബാധിക്കുക. അറ്റൻഡന്റ് ഗ്രേഡ് 2, അറ്റൻഡന്റ് ഗ്രേഡ് 1, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അറ്റൻഡർ എന്നീ തസ്തികകളെയാണ് ഇത് ബാധിക്കുക. നിലവിൽ 15,000-ഓളം ദിവസവേതനക്കാരാണ് ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഈ തസ്തികകളിലേക്ക് നിയമനം കാത്തിരിക്കുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കും ഇത് തിരിച്ചടിയാകും. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗത്തിലാണ് വകുപ്പ് തലവന്മാർ പുറംകരാർ നിർദ്ദേശിച്ചത്. ചില DMOമാർ ആശയത്തെ എതിർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുറംകരാർ നൽകുന്നത് സംബന്ധിച്ച് ഈ മാസം 19-ന് മുൻപ് അഭിപ്രായം അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ഇത് സർക്കാർ ആശുപത്രികളുടെ നിയന്ത്രണത്തെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എസ് ഷീജ, തിരുവനന്തപുരം.